ഋഷിമാരുടെ വിചാര പരമ്പരയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനം. ജീവിതത്തിന്റെ ആന്തരിക തത്വത്തെക്കുറിച്ച് അവർ നൽകിയിട്ടുള്ള പാഠങ്ങൾ ലോകം അമൂല്യ സമ്പത്തായി കരുതുന്നു. കാനന മധ്യത്തിലെ പർണശാലകളിൽ രൂപം കൊണ്ട ആ ജീവിത പാഠങ്ങളുടെ രേഖാപ്രമാണമാണ് പുരാണ ഇതിഹാസ സാഹിത്യം. സദ്ഗുണ പരിരക്ഷകരായ ഭാരതീയ ഋഷീശ്വര പരമ്പരയിൽ നിന്ന് ഉദയം ചെയ്ത അനുപമ വാഗ്മയമാണ് ആദികാവ്യമായ രാമായണം. സധർമ്മങ്ങൾ ലോകത്തിൽ നിലനിർത്തുവാനായിരുന്നു ആദികവി രാമായണം രചിച്ചത്. മനുഷ്യൻ ഈശ്വരനെ അനുകരിക്കാൻ ശക്തനല്ലാത്തതിനാൽ ആദികവിയായ വാൽമീകി ഒരു മാതൃകാ പുരുഷനെ രാമായണത്തിലൂടെ അവതരിപ്പിച്ചു. ശ്രീരാമന് ഈശ്വരത്വം രഹസ്യമായും മനുഷ്യത്വം സ്പഷ്ടമായും കൽപ്പിച്ചിരുന്നു. ഭാരതത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രദുർഭാവ കാലത്ത് രാമായണം പോലുള്ള ഇതിഹാസ കൃതികൾ ഭക്തി വളർത്തുവാനായി പുനർരചിക്കപ്പെട്ടു. ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിലെ രാമായണത്തിന്റെ പുനരാവിഷ്കാരമാണ് അധ്യാത്മരാമായണം. അധ്യാത്മരാമായണത്തിൽ രാമന്റെ മനുഷ്യഭാവത്തെ അസ്പഷ്ടമായും ഈശ്വരഭാവത്തെ സ്ഫുടമായും ചിത്രീകരിച്ചു. വാൽമീകിയുടെ ദൃഷ്ടിയിൽ ആദർശ പുരുഷനായ രാമൻ അധ്യാത്മരാമായണത്തിൽ ബ്രഹ്മമായി മാറി. ജീവിത തത്വങ്ങളെയും ആത്മീയ ചേതനകളെയും ഗഹനമായ വേദാന്ത തത്വങ്ങളെയും അയജ്ഞലളിതമായി അധ്യാത്മരാമായണത്തിൽ വിന്യസിച്ചിരിക്കുന്നു. സംസാര ലംഘനം ചെയ്ത് ബുദ്ധിശക്തിയെയും കർമ്മകൗശലത്തെയും വിജയിപ്പിച്ച് ശാന്തി പ്രാപിക്കുന്ന ജീവാത്മാവിന്റെ സമ്പൂർത്തിയെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക സൃഷ്ടിയാണ് അധ്യാത്മരാമായണം. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാസേന മേ ശൃണുഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോ. പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ പരമ്പൊരുളായ ആദിമൂലാധാര ബ്രഹ്മം ശ്രീ പരമേശ്വരൻ രാമനാമം ഉരുവിട്ട് ധ്യാന നിമഗ്നനായിരിക്കുന്ന തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ തിരുനടയാണിത്. ഓം നമഃ ശിവായ. രാമപ്രിയനായ ശ്രീ പരമേശ്വരന്റെ പരമാത്മ ചൈതന്യം വിലയം പ്രാപിക്കുന്ന ഈ ക്ഷേത്രാങ്കണത്തിൽ അലയടിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ തൂലികയിൽ ഉതിർന്ന അധ്യാത്മരാമായണത്തിന്റെ ഈരടികൾ. മലയാണ്മയുടെ സുഹൃത പുണ്യമായി തുഞ്ചൻ പറമ്പിൽ പിറന്ന രാമാനുജൻ എഴുത്തച്ഛൻ ബാല്യത്തിൽ പിച്ചവെച്ച് നടന്ന തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്ര വിശേഷങ്ങളുടെ ദൃശ്യവർണ്ണാങ്കിത പൂരണമാണ് ഇന്നത്തെ ക്ഷേത്രായനം. കേരള ജനതയെ ഭക്തിവിശ്വാസങ്ങളിലും പുരാണ പാരായണത്തിലും ആകൃഷ്ടരാക്കി ധർമ്മമാർഗത്തിലേക്ക് നയിക്കുവാൻ പ്രേരകമായ അധ്യാത്മരാമായണത്തിന്റെ രചന എഴുത്തച്ഛൻ നിർവഹിക്കുന്നത് തൃക്കണ്ടിയൂരിലെ ഉമാമഹേശ്വരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. തൃക്കണ്ടിയൂരപ്പന്റെ തിരുനാവിൽ നിന്ന് വരുന്ന രാമമന്ത്രധ്വനിയുടെ ലയാത്മകതയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ കാവ്യാക്ഷരങ്ങളെ വിന്യസിച്ചു. ഒരേ സമയം മലയാളിയുടെ സാഹിത്യ ആചാര്യനും ആധ്യാത്മിക ഗുരുവുമായി മാറുവാൻ തുഞ്ചന് തുണയായത് തട്ടകത്തപ്പനായ തൃക്കണ്ടിയൂർ തേവരുടെ അനുഗ്രഹമാണ്. അധ്യാത്മരാമായണം ഭക്തിയനുഷ്ഠാനങ്ങളിൽ അത്യുത്തമവും മൃത്യുഞ്ജയ പ്രോക്തവും മുക്തിസിദ്ധിപ്രദവും മൈത്രീകരവും ധനധ്യാനാഭിവൃദ്ധിപരവും സർവോപരി ധർമാർത്ഥ കാമമോക്ഷദായകവുമാണെന്ന് കരുതപ്പെടുന്നു. അതിവിശിഷ്ടമായ ഈ ആചാര്യ ഗ്രന്ഥത്തിന്റെ ഒരേടെങ്കിലും ഈ ക്ഷേത്രാങ്കണത്തിലെത്തി പാരായണം ചെയ്യുന്നത്
ജന്മജന്മാന്തര പുണ്യഫലദായകമായ ഒരനുഷ്ഠാനമായി ആചരിച്ചു പോരുന്നു. ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ജയം മമ ചേതോ. മലയാളി ഭക്തജനങ്ങൾക്കൊരു നിത്യപാരായണ ഗ്രന്ഥവും മലയാള ഭാഷയ്ക്കൊരു മാനക രൂപവും സമ്മാനിച്ച ആചാര്യപാദർ പിറന്ന പൊന്നാനിപ്പുഴയുടെ തീരത്തെ തുഞ്ചൻ പറമ്പ് തൃക്കണ്ടിയൂരപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും ഒട്ടും അകലെയല്ല. തുഞ്ചൻ പറമ്പിന്റെ തിരുവരങ്ങിലെ ആഘോഷങ്ങളിൽ ഇന്ന് തൃക്കണ്ടിയൂരപ്പന് പ്രാധാന്യമില്ലെങ്കിലും അക്ഷരവെളിച്ചത്തിന്റെ അക്ഷയ ചൈതന്യം ചുരത്തിയ ആ എഴുത്താണിത്തുമ്പിൽ നിന്ന് തൃക്കണ്ടിയൂരിന്റെ മഹേശ്വര മഹാത്മ്യം മാഞ്ഞുപോകാനിടയില്ല. തുഞ്ചന്റെ ശാരിക പൈതൽ പാടിയ പരമാനന്ദ മോക്ഷകരമായ രാമഗീതികളിൽ മുഴുകി ഇവിടെ തൃക്കണ്ടിയൂരപ്പൻ ഇന്നും വാഴുന്നു. നിർവികാരം, നിരാമയം, സകലാധാരം, സാമോദപ്രിയം. ഇന്ദുകല ചൂടുമീശ പരമേശ്വര, എന്തും നൽകും തമ്പുരാനെ ജഗദീശ്വര. ഇന്ദുകല ചൂടുമീശ പരമേശ്വര, എന്തും നൽകും തമ്പുരാനെ ജഗദീശ്വര. ഭക്തിയോടു നിന്നാമം ജപിച്ചിടുമ്പോൾ സങ്കടങ്ങളകലുന്നു ചന്ദ്രശേഖര. ഭക്തിയോടു നിന്നാമം ജപിച്ചിടുമ്പോൾ സങ്കടങ്ങളകലുന്നു ചന്ദ്രശേഖര. ഇന്ദുകല ചൂടുമീശ പരമേശ്വര, എന്തും നൽകും തമ്പുരാനെ ജഗദീശ്വര. ഇഷ്ടമായി ഭക്തരെന്തും തന്നിടുമ്പോൾ ശ്രേഷ്ഠമായി കണ്ടിടുന്ന ഭക്തവത്സല. ഇഷ്ടമായി ഭക്തരെന്തും തന്നിടുമ്പോൾ ശ്രേഷ്ഠമായി കണ്ടിടുന്ന ഭക്തവത്സല. ഭക്തരുടെ ഉള്ളമെന്നും കണ്ടറിഞ്ഞ് തൃപ്തിയോളമേകിടുന്ന ഭുവനേശ്വര. തൃപ്തിയോളമേകിടുന്ന ഭുവനേശ്വര. ഇന്ദുകല ചൂടുമീശ പരമേശ്വര, എന്തും നൽകും തമ്പുരാനെ ജഗദീശ്വര. ശ്രീ മഹാദേവന്റെ പുണ്യചൈതന്യം ആവാഹിച്ച ശ്രീ പരമേശ്വര സങ്കല്പത്തിലുള്ളതാണ് തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇവിടെ ശ്രീ പരമേശ്വരൻ ക്ഷിപ്രപ്രസാദിയുമല്ല, ക്ഷിപ്രകോപിയുമല്ല, സർവവും സഹിക്കുന്ന സാത്വിക പ്രതീകമായ ശാന്തധ്യാന സ്വരൂപം. ത്രിലോകത്തിലും വ്യാപരിച്ചു നിൽക്കുന്ന ശിവചേതസ്സിനെ ആവഹിക്കുന്ന ശ്രീലകമാകട്ടെ അതിബൃഹത്തായ നിർമ്മിതിയായി പരിശോഭിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഗജപൃഷ്ഠ ശ്രീകോവിലാണിത്. ത്രിതല വിമാനങ്ങളാൽ മകുടം ചൂടി നിൽക്കുന്ന പ്രൗഢഗംഭീരമായ ശ്രീകോവിൽ ചുറ്റുമുള്ള പ്രാകാരാതിർത്തികൾക്ക് മധ്യത്തിൽ ശില്പഭംഗിയോടെ സ്ഥിതി ചെയ്യുന്നു. മഹാക്ഷേത്രത്തിന്റെ സാമാന്യ രീതികൾക്ക് നിയമേന തന്നെ സർവസമ്മതമാണ് ഈ ശില്പരീതി.